ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. സംസ്ഥാനത്ത് വ്യാപകമാകുന്ന അനധികൃത മണ്ണിട്ട് നികത്തലിനെതിരെ ശക്തമായ നടപടിക്കൊരുങ്ങി റവന്യൂ വകുപ്പ്. ഇട്ട മണ്ണ് സർക്കാർ ചെലവിൽ തിരിച്ചെടുത്ത് ഉത്തരവാദിയിൽ നിന്നും തുക ഈടാക്കുമെന്ന് മന്ത്രി കെ രാജൻ. കേരളത്തിലെ മന്ത്രിമാർക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് അലർജിയെന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ഫെഡറൽ സംവിധാനം നിലനിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് പദ്ധതികൾ ചാക്കിൽ കെട്ടി കൊണ്ടുവന്നു കൊടുക്കാൻ കഴിയില്ലെന്നും ശോഭാ സുരേന്ദ്രൻ. മലക്കപ്പാറ ആനക്കയത്ത് കാട്ടാനക്കൂട്ടം കാർ തകർത്തു. അങ്കമാലി സ്വദേശികളുടെ കാറാണ് തകർത്തത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് വാഹനങ്ങൾക്ക് നേരെ കാട്ടാന ആക്രമണം നടന്നത്. പൊക്കുളങ്ങരയിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറി രോഗി മരിച്ചു. മറ്റത്തൂർ ഇത്തുപാടത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ഇത്തുപാടം സ്വദേശിനി നിരഞ്ജനയാണ് മരിച്ചത്. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർക്ക് പരിക്ക്. തുമ്പൂർമുഴിയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ ഭക്ഷണ സൗകര്യങ്ങളില്ലാതെ വലയുന്നു. കുട്ടികളുടെ പാർക്കിലെ ക്യാന്റീൻ നിർത്തിയതും പ്രവേശന കവാടത്തിലെ കടകൾ വനപാലകർ അടപ്പിച്ചതും വിനോദസഞ്ചാരികളെ ദുരിതത്തിലാക്കി. കടലിൽ കണ്ടെയ്നർ പോലുള്ള വസ്തുക്കളിൽ മത്സ്യബന്ധന വലകൾ കുടുങ്ങി വലയും മീനും നഷ്ടമാകുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 4 മത്സ്യബന്ധന വള്ളക്കാർക്കാണ് വല നഷ്ടപ്പെട്ടത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വ്യാപകമാകുന്ന അനധികൃത മണ്ണിട്ട് നികത്തലിനെതിരെ ശക്തമായ നടപടിക്കൊരുങ്ങി റവന്യൂ വകുപ്പ്. ഇട്ട മണ്ണ് സർക്കാർ ചെലവിൽ തിരിച്ചെടുത്ത് പിന്നീട് ഉത്തരവാദിയിൽ നിന്നും തുക ഈടാക്കുമെന്ന് മന്ത്രി കെ രാജൻ. മുടക്ക് ദിവസങ്ങൾ മുതലെടുത്താണ് മണ്ണ് മാഫിയ ഭൂമി നികത്തൽ നടത്തുന്നത്. ഇതിനെതിരായി ഈ ആഴ്ച തന്നെ നടപടി ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ 1.5 കോടി രൂപ 7 ജില്ലകൾക്കായി അനുവദിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ജില്ലാ കളക്ടർമാർക്ക് തുക നൽകും. അനധികൃതമായി മണ്ണിട്ട് മൂടാവുന്ന വിധത്തിലുള്ള ചില മണ്ണ് മാഫിയകൾ വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നതായി കാണുന്നുണ്ട്. അങ്ങനെ മണ്ണിട്ട് മൂടിയ സ്ഥലങ്ങൾ സെക്ഷൻ 13 പ്രകാരം എടുത്തുമാറ്റാൻ കളക്ടറുടെ നിർദ്ദേശം നൽകിയിട്ടും എടുത്തു മാറ്റാനാകാത്ത വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പോകുമ്പോൾ അത് പരിഹരിക്കാനായി ഇപ്പോൾ റവന്യൂ വകുപ്പ് ഒരു റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തി 1.5 കോടി രൂപ പ്രാഥമികമായി ജില്ലാ കളക്ടർമാർക്ക് കൈമാറുകയാണ്. സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റി തീർത്താൽ ആ പണം പിന്നീട് ആരാണ് ഭൂമിയുടെ ഉടമസ്ഥൻ അയാളുടെ കയ്യിൽ നിന്ന് റവന്യൂ റിക്കവറിയിലൂടെ ഈടാക്കാൻ വേണ്ടിയിട്ടും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂമി തരം മാറ്റലിന് മാസം തോറും RDOമാരുടെ നേതൃത്വത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കും. 25 സെന്റ് വരെയുള്ള അപേക്ഷകൾ ഡിസംബർ 30 മുൻപായി പൂർത്തിയാക്കും. തൃശൂരിൽ 15 ദിവസത്തിനകം നടപടിയുണ്ടാകും. നവംബർ 15 വരെയുള്ള ഒരു മാസക്കാലം ഉപയോഗിച്ചുകൊണ്ട് ജില്ലകളിലെ 25 സെന്റിൽ താഴെയുള്ള സൗജന്യ തരംമാറ്റത്തിന് വിധേയമായിട്ടുള്ള മുഴുവൻ അപേക്ഷകളും തീർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഔപചാരികമായി അദാലത്തുകൾക്ക് തുടക്കം കുറിച്ചത്. 6714 അപേക്ഷകളാണ് ആകെ അപേക്ഷകളായി നമ്മുടെ മുമ്പിൽ വന്നത്. അതിൽ 3073 അപേക്ഷകൾ ഇന്ന് തന്നെ തീർപ്പാക്കി. ഇനിയിപ്പോൾ തരംമാറ്റവുമായി ബന്ധപ്പെട്ട അദാലത്തുകൾ RDO നിലവാരത്തിൽ എല്ലാ മാസവും സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പൊതു നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഡിസംബർ 30-നകത്ത് കേരളത്തിലുള്ള 25 സെന്റ് വരെയുള്ള അപേക്ഷകൾ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ. തരം മാറ്റത്തിൽ മുൻപുണ്ടായിരുന്ന അഴിമതി തടയാൻ നേരിട്ട് പരിശോധനകളും വിജിലൻസ് ശക്തിപ്പെടുത്തലും ഓൺലൈൻ സേവനങ്ങളുടെ പ്രയോജനപ്പെടുത്തലും ഫലം കാണും. പുറമെ ജില്ലാതല ജനകീയ സമിതിക്ക് രൂപം നൽകും. വില്ലേജ് ഓഫീസുകൾക്ക് മുകളിൽ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഓപ്പറേഷനിലൂടെ ഇല്ലാതാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നാട്ടിൽ മുഴുവൻ ബോർഡ് വെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ഏജന്റുമാരുടെ ഇത്തരം നടപടിക്കെതിരായി റവന്യൂ വകുപ്പിന്റെ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുകയാണ്. ഏജന്റുമാർക്കെതിരായിട്ടുള്ള കർശനമായിട്ടുള്ള യുദ്ധം തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു ആക്ഷൻ പ്രോഗ്രാം തന്നെ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. വികസനത്തിന് സർക്കാർ എതിരല്ല. കേന്ദ്രം ആവശ്യപ്പെട്ടാൽ സ്ഥലം ഏറ്റെടുത്ത് നൽകും. അതിപ്പോൾ എയിംസിനാണെങ്കിലും. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള വിവാദങ്ങൾക്കില്ലെന്നും മന്ത്രി രാജൻ വ്യക്തമാക്കി.
അവർ തമ്മിലുള്ള തർക്കമൊക്കെ അവർ തീർക്കട്ടെ. വിവാദങ്ങളിൽ ഈ ഗവൺമെന്റിന് താല്പര്യമില്ല. കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് സംസ്ഥാന സർക്കാരിനോട് കൃത്യതയോടുകൂടി റിക്വസ്റ്റേഷൻ നടത്തിയാൽ ഗവൺമെന്റിന് ഒരു മടി ഉണ്ടാകില്ല അത് കൊടുക്കുന്ന കാര്യത്തിൽ. കൃത്യമായ റിക്വസ്റ്റേഷൻ വേണം. ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളല്ല കാര്യത്തിൽ ആവശ്യം. കേന്ദ്ര ഗവൺമെന്റുമായി വികസനത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പെടലിപ്പണക്കങ്ങളും ഇല്ല. കേരളത്തിന് അർഹതപ്പെട്ടത് തരാത്തതിൽ ഞങ്ങൾക്ക് പ്രതിഷേധവും പ്രതിരോധവും ഉണ്ട്. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. TCV തൃശൂർ. കേരളത്തിലെ മന്ത്രിമാർക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് അലർജിയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. നരേന്ദ്രമോദിയുടെ പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് BJP ശക്തൻ മാർക്കറ്റിൽ സംഘടിപ്പിച്ച കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേന്ദ്രത്തിന് പദ്ധതികൾ സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാണിക്കുകയാണ്. ഫെഡറൽ സംവിധാനം നിലനിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് പദ്ധതികൾ ചാക്കിൽ കെട്ടി കൊണ്ടുവന്നു കൊടുക്കാൻ കഴിയില്ല. ടൂറിസം വികസനത്തിന്റെ കാര്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഇതുവരെയും സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല. ഒഡീഷ മുഖ്യമന്ത്രിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയും സുരേഷ് ഗോപിയെ കണ്ട് ചർച്ച നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, A. നാഗേഷ്, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടുത്തെ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന ഈ രോഗം, ഈ വേദന, അത് മാറാനാണെങ്കിൽ അതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, ഡബിൾ എൻജിൻ സർക്കാർ. ഇന്ത്യ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ഭരിക്കുന്നുവെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് ഒരു അവസരം നൽകിയാൽ 1 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി അവിടെ സ്വിച്ചിടൽ കർമ്മം നടത്തിയാൽ, ഒരു പദ്ധതിക്ക് സ്വിച്ചിടൽ കർമ്മം നടത്തിയാൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും നടക്കുന്നത് പോലെ കേരളത്തിൽ 1 മണിക്കൂർ കൊണ്ട് ആ പദ്ധതി പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ അവിടെ നിന്ന് വെളിവരും. മലക്കപ്പാറ ആനക്കയത്ത് തകരാറിലായതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന കാറിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ വിനോദയാത്രയ്ക്ക് പോയിരുന്ന അങ്കമാലി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് കാട്ടാനക്കൂട്ടം ആക്രമിച്ചത്. കാർ തകരാറിലായതിനെ തുടർന്ന് കാറിലുണ്ടായിരുന്നവർ അതുവഴി വന്ന ട്രാവലറിൽ കയറി പോയിരുന്നു. രാത്രിയോടെ കാർ നന്നാക്കാൻ വർക്ക്ഷോപ്പിൽ നിന്നെത്തുമ്പോഴാണ് ആനക്കൂട്ടം കാർ ആക്രമിക്കുന്നത് കണ്ടത്. കാട്ടാനക്കൂട്ടം കാർ തലകീഴായി മറിച്ചിടുകയും ചെയ്തു. ഒരാഴ്ച മുൻപ് സമാനമായ രീതിയിൽ കേടായി കിടന്നിരുന്ന ട്രാവലർ കാട്ടാനക്കൂട്ടം തകർത്തിരുന്നു. പൊക്കുളങ്ങരയിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് കയറി രോഗി മരിച്ചു. ഏങ്ങണ്ടിയൂർ ആറുകെട്ടി വീട്ടിൽ രാധാകൃഷ്ണന്റെ ഭാര്യ 55 വയസ്സുള്ള സുഷമയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ ചെക്കപ്പിന് ശേഷം ഏങ്ങണ്ടിയൂരിലുള്ള വീട്ടിലേക്ക് വരുന്നതിനിടെ പൊക്കുളങ്ങരയിൽ വെച്ച് നിയന്ത്രണം വിട്ട ആംബുലൻസ് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. രോഗിയുടെ കൂടെയുണ്ടായിരുന്ന യുവതിയെ പരിക്കുകളോടെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റത്തൂർ ഇത്തുപ്പാടം സെന്ററിൽ ബസ് കാത്തുനിന്നിരുന്ന വിദ്യാർത്ഥിനി നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് മരിച്ചു. ഇത്തുപ്പാടം കരിയാട്ടിൽ വീട്ടിൽ ഷാജിയുടെ മകൾ 17 വയസ്സുള്ള നിരഞ്ജനയാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അപകടം. ഇത്തുപ്പാടം റോഡരികിലെ സ്റ്റോപ്പിൽ ട്യൂഷന് പോകുന്നതിനായി ബസ് കാത്തുനിന്നിരുന്ന വിദ്യാർത്ഥിനിയുടെ ദേഹത്ത് ചുങ്കാൽ ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരണം സംഭവിച്ചു. കൊടകര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് അപകടത്തിൽ ടിപ്പർ ലോറി ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു. തൃശൂരിൽ നിന്ന് വരന്തരപ്പള്ളിയിലേക്ക് വന്നിരുന്ന ഭുവനേശ്വരി അമ്മ ബസിൽ എതിരെ വന്ന ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. ടിപ്പർ ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിൽ ടിപ്പർ ലോറിയുടെ മുൻഭാഗം തകർന്നു. വരന്തരപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തുമ്പൂർമുഴിയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ ഭക്ഷണ സൗകര്യങ്ങൾ ലഭിക്കാതെ വലയുന്നു. തുമ്പൂർമുഴിയിലെ കുട്ടികളുടെ പാർക്കിൽ ക്യാൻറ്റീൻ നിർത്തിയതും പ്രവേശന കവാടത്തിലെ കടകൾ വനപാലകർ അടപ്പിച്ചതുമാണ് വിനോദസഞ്ചാരികൾ ഭക്ഷണമില്ലാതെ വലയുന്നതിന് കാരണം. പൂജാവധി ദിവസങ്ങളിലെത്തിയ 100 കണക്കിന് ആളുകളാണ് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനു വേണ്ടി പരക്കം പാഞ്ഞത്. 3 കിലോമീറ്റർ അകലെ വെറ്റിലപ്പാറ 13-ലെത്തിയാണ് പലരും വിശപ്പടക്കിയത്. പുറത്തുനിന്ന് ഇലയിലും കടലാസിലും പൊതിഞ്ഞുകൊണ്ടുവരുന്ന ഭക്ഷണമാണ് ജീവനക്കാരുടെ അനുമതിയോടെ കഴിക്കാൻ അനുവദിക്കുന്നത്. ശീതളപാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും മാത്രം ലഭിക്കുന്ന ഇറിഗേഷൻ വകുപ്പിന്റെ പരിധിയിൽ വരുന്ന ക്യാന്റീനാണ് ആളുകളുടെ ഏക ആശ്രയം. ഇവിടെ ഊണടക്കമുള്ള ഭക്ഷണം വിൽക്കരുതെന്നാണ് നിബന്ധന. തുമ്പൂർമുഴിയിൽ കുട്ടികളുടെ പാർക്കിൽ ക്യാന്റീൻ നിർത്തിയതും പ്രവേശന കവാടത്തിലെ കടകൾ വനപാലകർ അടപ്പിച്ചതുമൂലവും വിനോദസഞ്ചാരികൾ ഭക്ഷണമില്ലാതെ വലയുന്നു.
DTPCയുടെ കീഴിൽ DMC ആണ് പാർക്കിലെ പ്രധാന ക്യാൻറ്റീൻ ലേലം ചെയ്തു കൊടുക്കുന്നത്. മാസങ്ങളായി ഇത് പൂട്ടിക്കിടക്കുകയാണ്. പ്രതിമാസം 10,000 രൂപ വാടകയും പകുതി തുക മുൻകൂറും നൽകണമെന്ന വ്യവസ്ഥയിൽ ക്യാൻറ്റീൻ നടത്തിപ്പിനെത്തിയ പലരും പിൻവാങ്ങി. പാർക്കിന് പുറത്ത് സ്വകാര്യ വ്യക്തികൾ നടത്തിയിരുന്ന ചെറിയ തോതിലുള്ള ഭക്ഷണശാലകൾ സ്ഥലം തങ്ങളുടേതാണെന്ന് ചൂണ്ടിക്കാട്ടി വനപാലകർ ഒഴിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേസ് സുപ്രീം കോടതിയിലാണ്. TCV ന്യൂസ്, ചാലക്കുടി. കടലിൽ കണ്ടെയ്നർ പോലുള്ള വസ്തുവിൽ കുടുങ്ങി വള്ളക്കാർക്ക് വലയും മീനും നഷ്ടമാകുന്നത് പതിവാകുന്നു. കൊച്ചി തീരത്തിന് പടിഞ്ഞാറ് ഭാഗത്താണ് ആശങ്ക ഏറെ. മത്സ്യബന്ധനത്തിനായി കടലിൽ വീശുന്ന വലകൾ അപ്പാടെ നഷ്ടമാകുന്ന സ്ഥിതി പതിവായി മാറുമ്പോൾ തൊഴിലാളികൾക്ക് നഷ്ടക്കണക്ക് മാത്രമാണ് മിച്ചം ലഭിക്കുന്നത്. കൊച്ചി തീരത്തിന് പടിഞ്ഞാറ് വലയെറിയുന്ന വള്ളങ്ങൾക്ക് മീനും വലയും നഷ്ടപ്പെടുന്നത് തുടർച്ചയായി മാറുകയാണ്. കണ്ടെയ്നർ പോലെയുള്ള വസ്തുവിൽ കുടുങ്ങിയാണ് വല നശിക്കുന്നതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 4 വള്ളങ്ങൾക്കാണ് ഇത്തരത്തിൽ വല നഷ്ടപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ ശ്രീകൃഷ്ണപ്രസാദം എന്ന വള്ളത്തിലെ വലയാണ് നശിച്ചത്. വലയോടൊപ്പം മീനും കടലിൽ മുങ്ങിത്താഴ്ന്നു. ഇത് വലയം അടിച്ചിട്ടിട്ട് ഇങ്ങോട്ട് പിന്നെ കിട്ടിയിരുന്നില്ല. റോപ്പ് പൊട്ടി തീർന്നു. ഈ കിടക്കുന്ന വല മാത്രം, കുറച്ച് വല മാത്രമേ കിട്ടിയുള്ളൂ. അത് വല അടി അങ്ങനെ പോയി. ഏകദേശം എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഒരു 10-12 ഉൾപ്പെടെ പണി 12 ലക്ഷം രൂപ മീനുണ്ടായിരുന്നു. പാറയല്ല, ഈ കണ്ടെയ്നറിൻ്റെ എന്തോ ഇതാണ്, കപ്പലിൻ്റെ എന്തോ വന്ന് അടിഞ്ഞു വന്ന് കിടക്കുന്ന സാധനമാണ്. ഇന്നവരെ അവിടെ ഇല്ലാത്ത മുതലാണ്. ഇതൊന്നും കിട്ടിയില്ല. നമ്മൾ കത്തിക്ക് വെട്ടിക്കളഞ്ഞ പോലെ അങ്ങോട്ട് പോയി. ഇത്തരത്തിൽ വലയും മത്സ്യവും നഷ്ടപ്പെടുന്നത് മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. കടലിന്റെ അടിത്തട്ടിൽ പലയിടങ്ങളിലായി പാറക്കൂട്ടങ്ങളുണ്ട്. ഉടക്ക് എന്ന് വിളിക്കുന്ന പാറക്കൂട്ടങ്ങളെ GPS വഴി കണ്ടെത്തി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകട സാധ്യതാ സ്ഥലങ്ങൾ ഒഴിവാക്കിയാണ് തൊഴിലാളികൾ വല വീശുന്നത്. എന്നാൽ കൊച്ചിക്ക് പടിഞ്ഞാറ് വശത്ത് വലകൾ നശിക്കുന്ന സംഭവം തുടരുമ്പോൾ തീരത്ത് ആശങ്ക നിറയുകയാണ്. TCV, കൊടുങ്ങല്ലൂർ. വയോജനങ്ങൾക്ക് ജീവിത സായാഹ്നത്തിൽ സുരക്ഷയും പുനരധിവാസവും ഉറപ്പുവരുത്തുക എന്നത് സമൂഹത്തിന്റെ കടമയാണെന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വയോജന ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി K. രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിശിഷ്ടാതിഥിയായി. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാക്കളായ വിപ്ലവ ഗായിക PK മേദിനി, സംസ്ഥാന വയോജന കൗൺസിൽ കൺവീനർ അമരവിള രാമകൃഷ്ണൻ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള, ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ N. അലി അബ്ദുള്ള, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂടാതെ വിവിധ സംവിധാനം എന്നിവ ഉപയോഗിച്ച് വയോജന സൗഹൃദ നഗര കേന്ദ്രങ്ങളിലെ പ്രവേശന മാർഗങ്ങൾ, കാത്തിരിപ്പ് മുറികൾ, ഇരിപ്പിട സൗകര്യങ്ങൾ, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പ്രദേശ വയോജനങ്ങൾക്കായി അരികെ ജീവിതശൈലി രോഗനിർണയം എന്നിവ നടത്തിവരുന്നു. പെൻഷൻ മസ്റ്ററിംഗ് വീടുകളിലെത്തി വോളണ്ടിയർമാരെ വൃദ്ധസദനങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ട് വയോജനങ്ങളുടെ സാമൂഹിക ഉൾച്ചേർക്കൽ. സാമൂഹ്യനീതി വകുപ്പ് തൃശൂരിൽ സംഘടിപ്പിച്ച വയോജന സംഗമത്തിൽ പുന്നപ്ര വയലാർ ഗാനം പാടി സദസ്സിനെ ആവേശത്തിലാഴ്ത്തി വിപ്ലവ ഗായിക. പാട്ടിനൊപ്പം കൈയടിച്ച് ആവേശം പങ്കിട്ട് മന്ത്രി ഉൾപ്പെടെയുള്ള വേദിയും സദസ്സും. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന വയോജന സംഗമത്തിലാണ് ഈ വേറിട്ട അനുഭവം വേദിക്കും സദസ്സിനും ആവേശമായത്. ഒരു കാലത്ത് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും വിപ്ലവഗാനം പാടി ജനങ്ങളെ ആവേശത്തിലാഴ്ത്തിയിരുന്ന 92-കാരി PK മേദിനിയാണ് പ്രായത്തെ അപ്രസക്തമാക്കിയ ചുറുചുറുക്കോടെ പാട്ടിൻ്റെ വസന്തം തീർത്തത്. വിപ്ലവ കൊടിയിലെ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന പുന്നപ്ര വയലാർ സമര നേതാക്കൾക്ക് നൽകുന്ന സ്വീകരണ പരിപാടികളിൽ സ്ഥിരം ഗായികയായിരുന്നു PK മേദിനി. ഒട്ടുമിക്ക പൊതുസമ്മേളനങ്ങളിലും പ്രസംഗങ്ങൾക്കിടയിൽ
മേദിനിയുടെ പാട്ടുകൾ പതിവായി. ഉച്ചഭാഷിണികൾ സാധാരണമല്ലാതിരുന്ന അക്കാലത്ത് പരിപാടികളുടെ നോട്ടീസിൽ മേദിനിയുടെ പാട്ടും ഉച്ചഭാഷിണിയും ഉണ്ടായിരിക്കുന്നതാണ് എന്ന അറിയിപ്പ് പ്രത്യേകം ചേർക്കാറുണ്ടായിരുന്നു. സാമൂഹ്യനീതി വകുപ്പ് വയോജന ദിനാചരണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് സ്വീകരിക്കാൻ എത്തിയതായിരുന്നു PK മേദിനി. ഗായികയ്ക്ക് പുറമെ നാടക അഭിനേത്രി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ വിവിധ കർമ്മമണ്ഡലങ്ങളിലും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് മേദിനി. ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ, ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ, ആരാമങ്ങളെ 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 ആരാമങ്ങളെ. TCV തൃശൂർ. ഭിന്നശേഷി രംഗത്ത് കേരളത്തെ മാതൃകാ സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയണമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷവും വയോജന ദിനാഘോഷവും വികസന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള സംസ്ഥാനതല സെമിനാറും തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2031 ആകുമ്പോഴേക്കും ജനസംഖ്യയിൽ 20%-നും 25%-നും ഇടയിൽ വയോജനങ്ങൾ ആയിരിക്കും. യൂസ് ആൻഡ് ത്രോ സംസ്കാരത്തിന്റെ ഭാഗമായി വയോജന പരിപാലനത്തിന് വേണ്ടുന്ന സമയം കണ്ടെത്താൻ ഇപ്പോൾ സമൂഹത്തിൽ ഭൂരിപക്ഷത്തിനും ആകുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള, KK രാമചന്ദ്രൻ MLA, സാമൂഹ്യനീതി ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് K സോമപ്രസാദ്, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ്, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് MV ജയ ഡാളി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. മണ്ഡല മകരവിളക്ക് ഏകാദശി സീസണോടനുബന്ധിച്ച് ഗുരുവായൂരിൽ വിപുലമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. തീർത്ഥാടകർക്ക് ആവശ്യമായ ഫസ്റ്റ് എയ്ഡ് ബൂത്തുകൾ, കുടിവെള്ള സംവിധാനങ്ങൾ എന്നിവ സ്ഥാപിക്കും. 25 തൊഴിലാളികളെ കൂടുതലായി നിയമിക്കും. മാലിന്യം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് നഗരത്തിൽ വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കും. തെരുവ് വിളക്കുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിന് എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ചുമതലപ്പെടുത്തി. യോഗത്തിൽ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ട് 5 വർഷത്തേക്ക് സ്വകാര്യ ക്ലബിന് നൽകാനുള്ള തീരുമാനം തിരുത്തണമെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. ഈ ആവശ്യമുന്നയിച്ച് രാജൻ പല്ലനും ഉപനേതാവ് EV സുനിൽ രാജും മേയർക്ക് കത്ത് നൽകി. ഏകപക്ഷീയമായി കോർപ്പറേഷൻ ഗ്രൗണ്ട് പാട്ടത്തിന് നൽകിയാൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇരുവരും അറിയിച്ചു. ഭിന്നശേഷി അധ്യാപക നിയമന വിഷയത്തിൽ സത്യാവസ്ഥ മനസ്സിലാക്കി സർക്കാർ ഇടപെടണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന സംഗമം പുത്തൻപള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫൊറോന പ്രസിഡന്റ് ഷനു ജോർജ് അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ തോമസ് കാക്കശ്ശേരി, പ്രൊമോട്ടർ ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. മതേതരത്വവും സോഷ്യലിസവും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നീക്കം ആപത്കരമാണെന്ന് SC/ST കമ്മീഷൻ ചെയർമാൻ റിട്ടയേർഡ് ജഡ്ജ് ഡോക്ടർ PN വിജയകുമാർ പറഞ്ഞു. ജനതാദൾ S തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിംപോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനതാദൾ S തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പള്ളി, രാഘവൻ മുളങ്ങാടൻ, ന്യൂനപക്ഷ വിഭാഗം പ്രസിഡന്റ് റഹീം വള്ളത്ത്, യുവജനതാദൾ S ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച് കലാമണ്ഡലവും കഥകളിയും. കലാമണ്ഡലത്തിൽ കഥകളി ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം പെൺകുട്ടി കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചാണ് ചരിത്രത്തിന്റെ ഭാഗമായത്. കൊല്ലം 5 പനച്ചിവിള തേജസ്സിൽ വീട്ടിൽ നിസാം അമ്മാസിന്റെയും
അനീസയുടെയും മകളായ സാബ്രിയാണ് കഥകളി പഠിച്ച് അരങ്ങേറ്റം നടത്തി ചരിത്രത്തിൽ ഇടം പിടിച്ചത്. കഥകളി പഠനം പൂർത്തിയാക്കിയ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യ പെൺകുട്ടിയാണ് 10ാം ക്ലാസ്സുകാരിയായ സാബ്രി. കലാമണ്ഡലം അനിൽകുമാറിന്റെ ശിക്ഷണത്തിലാണ് കഥകളി പഠനം പൂർത്തിയാക്കിയത്. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ പുറപ്പാട് കഥകളിയാണ് സാബ്രിയും സംഘവും അരങ്ങിലെത്തിച്ചത്. സാബ്രിയോടൊപ്പം ഗായത്രി രവി, ദർശന ആർദ്ര, അക്ഷയ്, ജീവൻ രാജ്, അർജുൻ എന്നിവരടങ്ങുന്ന 7-അംഗ സംഘമാണ് അരങ്ങേറ്റം കുറിച്ചത്. സാബ്രിയുടെയും സംഘത്തിന്റെയും അരങ്ങേറ്റത്തിന് നിരവധി പേരാണ് സാക്ഷ്യം വഹിച്ചത്. തന്റെ മകൾക്ക് ഇത്തരമൊരു അസുലഭ നിമിഷം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സാബ്രിയുടെ പിതാവ് നിസാം പറഞ്ഞു. TCV ന്യൂസ്, ചെറുതുരുത്തി. കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജേക്കബ് തൂങ്കുഴിയെ അനുസ്മരിച്ചു. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന അനുസ്മരണ ബലിയിൽ മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ടോണി നീലങ്കാവിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, MLA-മാരായ പി ബാലചന്ദ്രൻ, TG സനീഷ് കുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മത സാമുദായിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാർത്ഥനയുടെയും അതിരട്ട ഹാസ്യത്തിന്റെയും ഇടവ് 1956 റോമിൽ നിന്ന് പൗരോഹിത്യം ഏറ്റുവാങ്ങി 1973 മാനന്തവാടിയുടെ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു. മുളയത്തെ സെമിനാരി നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തൃശ്ശൂരിന്റെ തന്നെ ചെലവിൽ ചേലക്കരയിലെ കൂട്ട ആത്മഹത്യാ ശ്രമത്തിൽ ചികിത്സയിലായിരുന്ന കുട്ടിയും മരിച്ചു. 4 വയസ്സുകാരൻ അക്ഷയാണ് മരിച്ചത്. അമ്മ ഷൈജ, സഹോദരി അണിമ എന്നിവർ നേരത്തെ മരിച്ചിരുന്നു. ഒരാഴ്ച മുൻപാണ് അമ്മയും 2 മക്കളും ഐസ്ക്രീമിൽ വിഷം ചേർത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 3 ആഴ്ച മുൻപ് വൃക്കരോഗത്തെ തുടർന്ന് ഗൃഹനാഥനായ പ്രദീപ് മരണപ്പെട്ടതിന്റെ മനോവിഷമത്തിലാണ് ഷൈലജ ആത്മഹത്യ ശ്രമിച്ചത്. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വനിതാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. വയോജന കമ്മീഷൻ അംഗം EM രാധ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോസ്റ്റ് ഫോർഡിൽ നടന്ന കൺവെൻഷനിൽ അസോസിയേഷൻ സംസ്ഥാന വനിതാ കൺവീനർ KK സഫിയ അലി അക്ബർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് മോഡൽ നഴ്സറി സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിക്ക് തുടക്കമായി. മേയർ MK വർഗീസും MLA പി ബാലചന്ദ്രൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, പ്രധാനാധ്യാപിക ഷാൻഡി ജോസ്, ഡിവിഷൻ കൗൺസിലർ റെജി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 2 മാസങ്ങളിലായി തൃശൂർ സിറ്റി പോലീസ് സ്റ്റേഷനുകളിൽ വാറന്റുള്ള 131 പ്രതികളെ പിടികൂടി. ഓഗസ്റ്റിൽ 51 പ്രതികളും സെപ്റ്റംബറിൽ 80 പ്രതികളുമാണ് പിടിയിലായത്. അതീവ ഗുരുതര ക്രിമിനൽ കേസുകളിലെ 33 പ്രതികളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. കേരളക്കര കാത്തിരിക്കുന്ന തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തൃശൂർ ശ്രീ യദുകൃഷ്ണ ലോട്ടറീസ്. നാളെയാണ് തിരുവോണം ബമ്പർ നറുക്കെടുപ്പ്. ഓണം മൂട് കഴിഞ്ഞെങ്കിലും മലയാളക്കരയിൽ നിന്നുള്ള മാവേലിയുടെ മടക്കം വൈകുകയാണ്. കാരണം ശനിയാഴ്ചയാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ 25 കോടി രൂപ ഒന്നാം സമ്മാനമായ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ്. കേരളക്കരയുടെ ബമ്പർ ഭാഗ്യശാലിയെ കാത്ത് മാവേലി തൃശൂർ ശ്രീ യദുകൃഷ്ണ ലോട്ടറീസിലുണ്ട്. ബമ്പർ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയ്ക്കൊപ്പം ഭാഗ്യശാലിയെ സമ്മാനിക്കാനാകുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് ശ്രീ യദുകൃഷ്ണ ലോട്ടറീസും മാവേലിയും. 2 പതിറ്റാണ്ടുകളിലേറെയായി ഒട്ടനവധി കോടിപതികളെയും ലക്ഷാധിപതികളെയും സമ്മാനിച്ച സുവർണ പാരമ്പര്യമാണ് ശ്രീ യദുകൃഷ്ണ ലോട്ടറീസിൻ്റേത്.
അതുകൊണ്ട് തന്നെ ഓണം പടിയിറങ്ങിയിട്ടും നാടിന്റെ ഭാഗ്യ ഏജൻസിയായി മാറിയ ശ്രീ യദുകൃഷ്ണയിൽ നിന്നും മടങ്ങാൻ മടിക്കുകയാണ് മാവേലിയും. ബമ്പർ ഭാഗ്യശാലിക്കായി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഭാഗ്യം തേടി ശ്രീ യദുകൃഷ്ണ ലോട്ടറീസിലേക്ക് നിരവധി പേരാണ് എത്തുന്നത്. അങ്ങനെ ഭാഗ്യം തേടി യദുകൃഷ്ണയിൽ എത്തുന്നവർക്ക് മാവേലി തന്നെയാണ് ഭാഗ്യക്കുറികൾ നൽകുന്നതും. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം ബിനി ഹെറിറ്റേജിനോട് ചേർന്ന ബസ് സ്റ്റോപ്പിലും പോസ്റ്റ് ഓഫീസ് റോഡിലും ദിവാൻജി മൂലയിലും ശ്രീ യദുകൃഷ്ണ ലോട്ടറീസ് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള ലോട്ടറി ടിക്കറ്റുകളും ശ്രീ യദുകൃഷ്ണയിൽ ലഭ്യമാണ്. ഒരു മാസത്തിനുള്ളിൽ യദുകൃഷ്ണ ലോട്ടറീസിൽ വിറ്റ ടിക്കറ്റിന് പല കുറിയാണ് ഒന്നാം സമ്മാനമായ 1 കോടി രൂപയും മറ്റ് നിരവധി സമ്മാനങ്ങളും ലഭിച്ചത്. ഇതോടെ തിരുവോണ ബമ്പർ ടിക്കറ്റ് വിൽപ്പനയും തകൃതിയാണ്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,820 രൂപ, പവന് 86,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. സംസ്ഥാനത്ത് വ്യാപകമാകുന്ന അനധികൃത മണ്ണിട്ട് നികത്തലിനെതിരെ ശക്തമായ നടപടിക്കൊരുങ്ങി റവന്യൂ വകുപ്പ്. ഇട്ട മണ്ണ് സർക്കാർ ചെലവിൽ തിരിച്ചെടുത്ത് ഉത്തരവാദിയിൽ നിന്നും തുക ഈടാക്കുമെന്ന് മന്ത്രി കെ രാജൻ. കേരളത്തിലെ മന്ത്രിമാർക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് അലർജിയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ഫെഡറൽ സംവിധാനം നിലനിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് പദ്ധതികൾ ചാക്കിൽ കെട്ടി കൊണ്ടുവന്നു കൊടുക്കാൻ കഴിയില്ലെന്നും ശോഭാ സുരേന്ദ്രൻ. മലക്കപ്പാറ ആനക്കയത്ത് കാട്ടാനക്കൂട്ടം കാർ തകർത്തു. അങ്കമാലി സ്വദേശികളുടെ കാറാണ് തകർത്തത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് വാഹനങ്ങൾക്ക് നേരെ കാട്ടാന ആക്രമണം നടന്നത്. പോക്കുളങ്ങരയിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറി രോഗി മരിച്ചു. മറ്റത്തൂർ ഇത്തുപാടത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ഇത്തുപാടം സ്വദേശിനി നിരഞ്ജനയാണ് മരിച്ചത്. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർക്ക് പരിക്ക്. തുമ്പൂർ മുഴിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഭക്ഷണ സൗകര്യങ്ങളില്ലാതെ വലയുന്നു. കുട്ടികളുടെ പാർക്കിലെ ക്യാന്റീൻ നിർത്തിയതും പ്രവേശന കവാടത്തിലെ കടകൾ വനപാലകർ അടപ്പിച്ചതും വിനോദസഞ്ചാരികളെ ദുരിതത്തിലാക്കി. കടലിൽ കണ്ടെയ്നർ പോലുള്ള വസ്തുക്കളിൽ മത്സ്യബന്ധന വലകൾ കുടുങ്ങി വലയും മീനും നഷ്ടമാകുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 4 മത്സ്യബന്ധന വള്ളക്കാർക്കാണ് വല നഷ്ടപ്പെട്ടത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.